വെൽക്കം ടു ബിനൂസ് ഹിന്ദി ലേണിംഗ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ, ഹിന്ദി സംസാരിക്കാനായിട്ട് ഒരുപാട് യൂസ് ചെയ്യുന്ന കുറേ വാക്കുകളുണ്ട് അല്ലേ. നമുക്കിപ്പോൾ സംസാരിക്കേണ്ട ശൈലികളൊക്കെ അറിയാം, പക്ഷെ കുറേ വാക്കുകളുടെ അർത്ഥങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട് അല്ലേ. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളറിയാതെ യൂസ് ചെയ്ത് പോകുന്ന കുറേ വാക്കുകളാണ്, കുറേ വേർഡ്സിൻ്റെ അർത്ഥങ്ങളും അതിൻ്റെ സെൻറ്റൻസുകളാണ് നമ്മളിന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ പറയാറില്ല ഇത് വളരെ ഈസിയാണ്, അല്ലെങ്കിൽ ഇന്നത്തെ പരീക്ഷ വളരെ ഈസി ആയിരുന്നു എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഇതിൽ വരുന്നൊരു വേർഡ് ഉണ്ട് അല്ലേ, ഈസി എന്നുള്ളത്. ഈസി എന്ന് പറയുമ്പോൾ നമ്മൾ കോമൺ ആയിട്ട് ഇപ്പോൾ മലയാളത്തിലായാലും നമ്മളെപ്പോഴും പറയുന്ന ഈ ഒരൊറ്റ വേർഡാണ് അല്ലേ, എളുപ്പമായിരുന്നു എന്ന് പറയാനായിട്ട് നമ്മൾ ആ ഇംഗ്ലീഷ് വേർഡാണ് യൂസ് ചെയ്യുക, ഈസി എന്നുള്ളത്. പക്ഷേ ഹിന്ദിയിൽ ആ ഈസി എന്നുള്ള വേർഡിന് എന്താണ് മീനിങ് വരുന്നത്, അല്ലെങ്കിൽ ഈസി എന്നുള്ള വേർഡിനെ നമ്മൾ എങ്ങനെയാണ് ഹിന്ദിയിൽ പറയുന്നത്? ആസാൻ അല്ലേ, ആസാൻ എന്നാണ് ഹിന്ദിയിൽ ഈസി എന്നുള്ള വാക്ക് പറയുന്നത് കേട്ടോ. ആസാൻ എന്ന് പറഞ്ഞാൽ എളുപ്പം. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ്. എങ്ങനെയാ പറയാ? യേ ബഹുത് ആസാനെ, യേ ബഹുത് ആസാനെ, ഇത് വളരെ എളുപ്പമാണ്. അതല്ലെങ്കിൽ എങ്ങനെ പറയാം? ഇത് ചെയ്യാൻ വളരെ എളുപ്പമാണ് അല്ലേ, ഇത് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ കുറച്ചും കൂടി സെൻറ്റൻസ് വലുതായി അല്ലേ. യേ കർണ ബഹുത് ആസാനെ, കർണ എന്ന് പറഞ്ഞാൽ ചെയ്യുക, അപ്പോൾ ചെയ്യാൻ എന്നാണ് അർത്ഥമാക്കുന്നത് അല്ലേ. യേ കർണ ബഹുത് ആസാനെ. ഓക്കെ, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലയോ, പരീക്ഷ വളരെ എളുപ്പമായിരുന്നു. പരീക്ഷ വളരെ എളുപ്പമായിരുന്നു എങ്ങനെ പറയണ്ടേ? പരീക്ഷ ബഹുത് ആസാൻ ഥി. ഈ പരീക്ഷ എന്നുള്ള വാക്ക് എന്താ പറയുന്നത്, സ്ത്രീലിംഗ കേട്ടോ. അതിൻ്റെ പുറത്താണ് നമ്മൾ ആസാൻ ഥ എന്ന് പറയാതെ തീ പറഞ്ഞത്. ഓക്കെ, പരീക്ഷ ബഹുത് ആസാൻ ഥി, എക്സാം വളരെ എളുപ്പമായിരുന്നു എന്ന് പറയുന്നതാണ്. ഇനി അതുപോലെ നമ്മൾ കോമൺ ആയിട്ട് പറയുന്നതാണ് അല്ലേ, എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ചോദിക്കണം, എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ചോദിക്കണം. അപ്പോൾ എങ്ങനെയാ പറയണ്ടേ? എളുപ്പമുള്ള ആസാൻ സവാൽ പൂച്ച്നാ ഹെ. ആസാൻ സവാൽ പൂച്ച്നാ ഹെ എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ചോദിക്കണം എന്നാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ മറ്റൊരു വേർഡ് നമ്മൾ പഠിച്ചു അല്ലേ, സവാൽ. സവാൽ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ആണ്, ചോദ്യം എന്ന് പറയുന്നതിനാണ്. അപ്പോൾ ചോദ്യം ചോദിക്കുക എന്ന് പറയുമ്പോൾ സവാൽ എന്നുള്ള ഒരു വേർഡാണ് നമ്മൾ യൂസ് ചെയ്യുക. അതല്ലെങ്കിൽ മറ്റൊരു വേർഡും കൂടിയുണ്ട്, പ്രശ്ന എന്ന് പറഞ്ഞാലും, അല്ലെങ്കിൽ പ്രശ്ന പൂച്ച്നാ ഹെ എന്ന് പറഞ്ഞാലും എന്താണ്, ചോദ്യം ചോദിക്കണം എന്ന് പറയുന്നതാണ്. അപ്പോൾ ഈ രണ്ട് വേർഡ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക, സവാലും പ്രശ്നം. ഓക്കെ, ഇപ്പം നമ്മൾ പറയത്തില്ല ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. എങ്ങനെ ഹിന്ദിയിൽ ചോദിക്കാം? മേക്ക് സവാൽ പൂച്ചും എന്നാണ്. അപ്പോൾ ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ എന്ന് ചോദിക്കുന്നതാണ് കേട്ടോ. മേ ഏക് സവാൽ പൂച്ചും. ഇനിയിപ്പോൾ അവിടെ ചോദ്യം എന്നുള്ളതിന് പകരം ഒരു കാര്യം ചോദിക്കട്ടെ എന്ന് നമ്മൾ ചോദിക്കും അല്ലേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അപ്പോൾ അവിടെ സവാൽ എന്നുള്ള വേർഡേ വേണ്ട അല്ലേ, അവിടെ ചോദ്യം എന്നുള്ള ഒരു വേർഡ് വെക്കേണ്ട കാര്യമില്ല. പക്ഷെ അവിടെ എന്താ വെക്കേണ്ടത്? കാര്യം. ഇവിടെ കാര്യം എന്ന് പറയാനായിട്ട് നമുക്ക് അറിയാം അല്ലേ, ബാത്ത്. മേക്ക് ബാത്ത് പൂച്ചും, മേ ഏക് ബാത്ത് പൂച്ചും. ആ ബാത്ത് എന്നുള്ള വേർഡാണ് അവിടെ കാര്യം എന്നുള്ള ഒരു മീനിങ്ങിന് വരുന്നത് കേട്ടോ. ഓക്കെ, ഇപ്പം നമ്മൾ എന്താ ചോദിച്ചത്? മേക്ക് സവാൽ പൂച്ചും, ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ പറയാണ് എനിക്ക് അവനോടൊരു ചോദ്യം ചോദിക്കാനുണ്ട്, എനിക്ക് അവനോട് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. എങ്ങനെയാ ചോദിക്കുക? മുझे ഉസ്സേ ഏക് സവാൽ പൂച്ച്നാ ഹെ. പൂച്ച്നാ ഹെ ചോദിക്കണം അല്ലേ, എനിക്ക് അവനോടൊരു കാര്യം ചോദിക്കണം. കാര്യമല്ല, ചോദ്യം കേട്ടോ. കാര്യം എന്നാണെങ്കിൽ ബാത്ത് നിന്ന് വെക്കണം, അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, മുझे ഉസ്സേ ഏക് സവാൽ പൂച്ച്നാ ഹെ, അല്ലെങ്കിൽ പ്രശ്ന പൂച്ച്നാ ഹെ എന്ന് പറഞ്ഞാൽ ശരിയാണ് കേട്ടോ. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ പറയും അല്ലേ, എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉള്ള സമയത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ പറയും ഞാൻ ചോദിച്ചതിന് ഉത്തരം താ, അല്ലെങ്കിൽ ഉത്തരം പറ എന്നൊക്കെ പറയും അല്ല, അല്ലെങ്കിൽ മറുപടി പറ എന്നൊക്കെ പറയില്ലോ. എൻ്റെ ചോദ്യത്തിന് ഉത്തരം താ. എങ്ങനെയാ ചോദിക്കുക? മേരെ സവാൽ കാ ജവാബ് ദോ. മേരെ സവാൽ കാ ജവാബ് ദോ. ഞാൻ ചോദിച്ചതിനുള്ള മറുപടി പറയൂ എന്ന് പറയുന്നതാ. മനസ്സിലാവുന്നുണ്ടോ? എൻ്റെ ചോദ്യത്തിന് മേരെ സവാൽ കാ ഓക്കെ ജവാബ് ദോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജവാബ് എന്ന് പറയുന്നതാണ് ഉത്തരം അല്ലെങ്കിൽ മറുപടി എന്നൊക്കെ അർത്ഥാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ അടുത്ത വേർഡ് നോക്കി, ഏതാണ്? ജവാബ്. ഞാനിങ്ങനെ കണക്ട് ചെയ്ത് പറയാം കേട്ടോ. ഇങ്ങനെ പറയുമ്പോഴാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി എന്താ പറയുന്നത്, മൈൻഡിൽ കീപ്പ് ചെയ്യാൻ പറ്റുക, കുറച്ചും കൂടി നല്ല രീതിയിൽ ഗ്രാസ്പ് ചെയ്തെടുക്കാൻ പറ്റും ഇങ്ങനെ കണക്ട് ചെയ്ത് പറയുമ്പോൾ കേട്ടോ. ഓക്കെ, അപ്പോൾ മേരെ സവാൽക്ക് ജവാബ് ദോ എന്താണ്? എൻ്റെ ചോദ്യത്തിന് മറുപടി തരൂ എന്ന് പറയുന്ന. ഓക്കെ, അപ്പോൾ ജവാബ് വെച്ചിട്ട് സെൻറ്റൻസ് നോക്കിയേ. ഉത്തരം ശരിയാണോ? ഉത്തരം ശരിയാണോ, അല്ലെങ്കിൽ മറുപടി ശരിയാണോ? ജവാബ് സഹി ഹെ ക്യാ? ജവാബ്
സഹി ഹേ ക്യാ. ഇവിടെ നമ്മൾ പഠിച്ചു അല്ലെ, സഹി എന്ന് പറയാനായിട്ട്. സഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരി. ഓക്കെ, അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എന്താ വരിക? ഗലത്ത്. ഗലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റ്. ഓക്കെ, അപ്പൊ ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. സഹി എന്ന് പറഞ്ഞാൽ ശരി, ഗലത്ത് എന്ന് പറഞ്ഞാൽ തെറ്റ്. അപ്പൊ ഇത് ശരിയാണോ എന്ന് ചോദിക്കാൻ ഏ സഹി ഹേ ക്യാ, ഇത് തെറ്റാണോ എന്ന് ചോദിക്കാൻ ഏ ഗലത്ത് ഹേ ക്യാ. ഓക്കെ, ഇത് ശരിയാണെന്ന് പറയാനോ ഏ സഹി ഹേ, ഏ സഹി ഹേ, ഇത് ശരിയാണ്. ഇത് തെറ്റാണ് ഏ ഗലത്തെ. അപ്പൊ ഈ വേർഡ്സ് ഒക്കെ അറിയാത്തവർ പഠിച്ചു പോവാ കേട്ടോ. സഹി എന്ന് പറയുന്നത് ശരിയാണെന്നും ഗലത്ത് എന്ന് പറയുന്നത് തെറ്റാണെന്നും ഒക്കെ കേട്ടോ. ഓക്കെ, ഏ ഗലത്തെ എന്ന് പറഞ്ഞാൽ ഇത് തെറ്റാണെന്ന് പറയുന്ന. ഓക്കെ, ഇനി അതുപോലെ തന്നെ ആരെങ്കിലും നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ ആളൊരു മറുപടി പറഞ്ഞു എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച്. അപ്പൊ നമ്മൾ ചോദിക്കുക, ആ ഈ മറുപടിയുടെ അർത്ഥം എന്താണ്? ഈ മറുപടിയുടെ അർത്ഥം എന്താണ്? ഇസ് ജവാബ് കാ മത്ലബ് ക്യാ ഹെ, ഇസ് ജവാബ് കാ മത്ലബ് ക്യാ ഹെ. എന്താണ്? ഈ മറുപടിയുടെ അല്ലെങ്കിൽ ഈ ഉത്തരത്തിന്റെ അർത്ഥം എന്താണെന്ന് നമ്മൾ തിരിച്ചു ചോദിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? എന്തെങ്കിലും ആൾക്കാർ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ആയിക്കോട്ടെ സംസാരിക്കുന്ന നമ്മൾ ചോദിക്കില്ലേ, നീ പറഞ്ഞതിന്റെ അർത്ഥം എന്താ എന്നൊക്കെ ചോദിക്കത്തില്ലയോ? അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ അർത്ഥം എന്നുള്ളൊരു വേർഡ് വരുന്നുണ്ട്. അർത്ഥം എന്നുള്ള വേർഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മത്ലബ്. ഇസ് ജവാബ് കാ മത്ലബ് ക്യാ ഹെ എന്നാണ്. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, ഇസ് ജവാബ് കാ മത്ലബ് ക്യാ ഹെ, ഈ മറുപടിയുടെ അർത്ഥം എന്താണെന്ന് നമ്മൾ ചോദിക്കുന്നതാണ്. അപ്പൊ അടുത്ത വേർഡാണ് മത്ലബ്. മത്ലബ് എന്ന് പറഞ്ഞാൽ മീനിങ്, അർത്ഥം എന്ന് പറയുന്നതാണ്. അതല്ലെങ്കിൽ ഇതിന്റെ അർത്ഥം എന്താണെന്ന് ഇനി ചോദിക്കാം. ഇതിന്റെ അർത്ഥം എന്താ? ഇസ്ക മത്ലബ് ക്യാ ഹെ, ഇസ്ക മത്ലബ് ക്യാ ഹെ. ഇപ്പൊ ഏതെങ്കിലും ഒരു വേർഡ് കാണിച്ചിട്ട് നമ്മളോട് ചോദിക്കുകയാണ്, ഇപ്പൊ സഹി അല്ലെ, സഹി എന്ന് എഴുതിയിട്ട് നമ്മളോട് ചോദിക്കുകയാണ് ഇതിന്റെ അർത്ഥം എന്താ എന്ന് ചോദിക്കാനാണെങ്കിൽ കേട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ ഹിന്ദിക്കാരോട് ആരോടെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും വേർഡിന്റെ അർത്ഥം അറിയില്ല, അപ്പൊ നിങ്ങൾ ആ അർത്ഥം ഒന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഇംഗ്ലീഷിൽ പറഞ്ഞു തരാൻ അറിയുമെങ്കിലാണ് നമുക്ക് മനസ്സിലാവാൻ പറ്റുള്ളൂ അല്ലേ. ഓക്കെ, അപ്പൊ നമ്മളത് കാണിച്ചിട്ട് ചോദിക്കുകയാണ് ഇസ്ക മത്ലബ് ക്യാ ഹെ, ഇസ്ക മത്ലബ് ക്യാ ഹെ, ഇതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിക്കുന്ന. ഈ ഒരു വേർഡുകളുടെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. ഇതൊക്കെ നമുക്ക് ഒരുപാട് സംസാരിക്കുന്ന സമയത്ത് ഒരുപാട് യൂസ് ചെയ്യാൻ പറ്റുന്ന വേർഡ്സ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്ലാസ് ഞാൻ വെച്ചത്. വളരെ കുറച്ചേ ഉള്ളൂ, ഒരു 10-15 വേർഡ്സ് നമുക്ക് ഇതിൽ നിന്ന് പഠിച്ചെടുക്കാം കേട്ടോ. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരാളോട് കാര്യം പറഞ്ഞിട്ട് ചിലപ്പോൾ തെറ്റിദ്ധരിച്ച് കാണും അല്ലേ, നമ്മൾ പറഞ്ഞ അർത്ഥമായിരിക്കില്ല ആള് മനസ്സിലാക്കിയിട്ടുണ്ടാവുക. അപ്പൊ നമ്മൾ പറയും അല്ലേ, ഞാൻ ഉദ്ദേശിച്ചത് ഇതല്ല, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇതല്ല എന്ന് പറയത്തില്ലോ. അപ്പൊ അതെങ്ങനെയാ പറയാ? മേരാ യേ മത്ലബ് നഹീ ഹേ, മേരാ യേ മത്ലബ് നഹീ ഹേ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇതല്ല, അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ചത് ഇതല്ല എന്ന് പറയുന്നതാ. മേരാ യേ മത്ലബ് നഹീ ഹേ. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ പറഞ്ഞു വെച്ചൊരു കാര്യത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ മേരാ യേ മത്ലബ് നഹീ ഹേ, ഞാൻ ഉദ്ദേശിച്ച കാര്യം അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച അർത്ഥം ഇതല്ല. അതല്ലെങ്കിൽ നമ്മൾ വേറെ വ്യക്തിയോടാണ് ഇത് പറയണമെങ്കിൽ ഞാൻ അതല്ല ഉദ്ദേശിച്ചിരുന്നത്, ഞാൻ സമ്മതിക്കില്ല, ഞാൻ സമ്മതിക്കില്ല. മനസ്സിലായോ? അപ്പൊ അവിടെ സമ്മതിക്കില്ല എന്ന് പറയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് മാന്ന എന്നാണ്. മാന്ന, മേ നഹി മാനൂങ്ക അല്ലെങ്കിൽ നഹി മാനൂങ്കി, സ്ത്രീയാണോ പുരുഷനാണോ അതനുസരിച്ചിട്ടോ. മേ നഹി മാനൂങ്ക എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ മാന്ന എന്നുള്ള വേർഡിന്റെ അർത്ഥമാണ് അംഗീകരിക്കുക അല്ലെങ്കിൽ സമ്മതിക്കുക എന്നുള്ള ആ ഒരു അർത്ഥത്തിൽ വരുന്നതാണ് കേട്ടോ. ഓക്കെ, മേ നഹി മാനൂങ്ക എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല അല്ലെങ്കിൽ ഞാൻ അംഗീകരിക്കില്ല എന്ന് പറയുന്ന. എന്ത്? ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇതല്ല അല്ലെ. മേരാ യേ മത്ലബ് നഹി ഹേ, മേ നഹി മാനൂങ്ക. മേരാ യേ മത്ലബ് നഹി ഹേ, മേ നഹി മാനൂങ്ക. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇതല്ല, ഞാൻ സമ്മതിക്കില്ല അല്ലെ. ഇനി അതുപോലെ തന്നെ പപ്പ സമ്മതിക്കില്ല എന്നാണെങ്കിലോ, പപ്പ ഇപ്പൊ പറയില്ലേ, ഓ എടാ അവിടെ പോവാൻ പപ്പ സമ്മതിക്കില്ല അല്ലെ. പപ്പ നഹി മാനേങ്കെ, പപ്പ നഹി മാനേങ്കെ. നമ്മൾ റെസ്പെക്ട് ചെയ്തിട്ടാണ് ആ മാനേങ്കെ എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ മാനൂങ്ക, അവനാണെങ്കിൽ മാനേക. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ പപ്പയായതുകൊണ്ട് കുറച്ച് റെസ്പെക്ട് കൊടുത്ത് നമ്മൾ മാനേങ്കെ എന്ന് പറയുന്നതാ. ആ ഒരു വ്യത്യാസം നിങ്ങൾ അത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല കേട്ടോ. അത് ചെറിയ ചെറിയ ഗ്രാമറുകളാണ്. അതിപ്പോൾ നമുക്ക് ഏത് വേണമെങ്കിലും ഇപ്പൊ മാനൂങ്ക എന്ന് പറഞ്ഞു എന്ന് വെച്ചിട്ട് തെറ്റൊന്നുമില്ല. ഇപ്പൊ ഞാൻ മാനേക എന്ന് പറഞ്ഞു, മേ നഹി മാനേക എന്ന് പറഞ്ഞു എന്ന് വെച്ചിട്ട് അവിടെ അർത്ഥ വ്യത്യാസമൊന്നും വരുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും എങ്ങനെയാണ് എവിടെയാണ് അത് മാറ്റി പറയേണ്ടത് എന്നുള്ളത്. ഓക്കെ ഓക്കെ, പപ്പ നഹി മാനേങ്കെ, പപ്പ സമ്മതിക്കില്ല എന്ന് പറയുന്നതാ. ഇനി അതുപോലെ അവൻ ഞാൻ പറയുന്നത് കേൾക്കില്ല അല്ലെങ്കിൽ അവൻ ഞാൻ പറയുന്നത് അനുസരിക്കില്ല എന്നൊക്കെ പറയില്ലയോ. ഞാൻ പറഞ്ഞ അവൻ അനുസരിക്കില്ല എന്ന് പറയാനായിട്ട് വോ മേരി ബാത് നഹി മാനേക, വോ മേരി ബാത് നഹി മാനേക. അതവിടെ അവനോ അല്ലെങ്കിൽ അവളോ ആയതുകൊണ്ടാണ് അവിടെ മാനേക മാനേഗി എന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത്? പാപ്പ നഹി മാനേങ്കെ എന്നാണ് അല്ലേ. ഇവിടെ
മാനേക അവനായതുകൊണ്ടാണ്. ക്ലിയർ ആയില്ലേ? വോ മേരി ബാത് നെഹി മാനേക എന്ന് പറഞ്ഞാൽ അവൻ എന്നെ അനുസരിക്കില്ല, അല്ലെങ്കിൽ അവൻ എൻ്റെ വാക്ക് കേൾക്കില്ല എന്നുള്ള അർത്ഥമാണ് അവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ മാന എന്ന് പറഞ്ഞാൽ അംഗീകരിക്കുക അല്ലെങ്കിൽ അനുസരിക്കുക എന്നൊക്കെയുള്ള ഒരു അർത്ഥമാണ് കിട്ടുന്നത് കേട്ടോ. ഇനി ഇതിനോടനുബന്ധിച്ച് വരുന്നതാണ് ഇവിടെ ചെറിയൊരു കൺഫ്യൂഷൻ വരാം, കാരണം 2-3 വാക്കുകൾ ഒരുപോലെ നമുക്ക് തോന്നും. ഓക്കെ, ഇവിടെ നമുക്ക് മറ്റൊരു വേർഡ് ഉണ്ട്, മനാകർണ എന്ന്. മനാകർണ എന്ന് പറയുന്നത് എന്താണ്? നിരസിക്കുക എന്നുള്ളൊരു വേർഡാണ് അവിടെയുള്ളത്, നിരസിക്കുക. ഓക്കെ, ഇപ്പോൾ നമുക്ക് എക്സാമ്പിൾസ് പറയുമ്പോൾ മനസ്സിലാവും കേട്ടോ. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ നിരസിക്കില്ലയോ? വേണ്ട എന്ന് പറഞ്ഞ് നിരസിക്കില്ലയോ? ഉസ്നെ മനാക്കിയ എന്നാ പറയാം. അവനത് നിരസിച്ചു എന്നുള്ള അർത്ഥത്തിലാണ്. അതല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ എവിടെയെങ്കിലും പിക്നിക്കിനൊക്കെ പോകുമ്പോൾ ചില സ്ഥലങ്ങളിൽ അകത്തേക്ക് കയറ്റത്തില്ല അല്ലേ? അപ്പോൾ നമ്മൾ പറയും, അവര് അകത്ത് കയറാൻ വിസമ്മതിച്ചു, സമ്മതിച്ചില്ല എന്ന് പറയുന്നത്. മനസ്സിലാവുന്നു കേട്ടോ? അതെങ്ങനെയാ പറയണ്ടേ? ഉന്നോനെ അന്തർജാനേക്കോ മനാക്കിയ, അല്ലെങ്കിൽ അകത്ത് കയറാൻ വേണ്ടി അന്തർജാനേക്കേലിയെ എന്നൊക്കെ പറയാം കേട്ടോ. ഉന്നോനെ അന്തർജാനേക്കോ മന കർദിയ, അല്ലെങ്കിൽ മനാക്കിയ എന്ന് പറഞ്ഞാൽ വിസമ്മതിച്ചു എന്ന് പറയുന്നതാ, അല്ലെങ്കിൽ വിലക്കി എന്നൊക്കെ പറയത്തില്ല, അതാണ് ഈ മനാകർണ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നേരത്തെ നമ്മൾ എന്താ പറഞ്ഞത്? മന്ന എന്നാണ്. ഇപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? മനാകർണ. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, ഇനി ഇതുപോലെ വരുന്ന മറ്റൊരു വേർഡാണ് മനാന. ഓക്കെ, നേരത്തെ നമ്മൾ എന്താ പറഞ്ഞത്? മാന്ന. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചോ കേട്ടോ. ഇപ്പൊ നമ്മൾ പറയുന്നത് മനാന. അപ്പൊ ഈ മനാന എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ ആഘോഷിക്കത്തില്ലേ, സെലിബ്രേറ്റ് ചെയ്യുന്നതിന് പറയുന്നതാ. നമ്മൾ പറയുകയാണ് ഇപ്പോൾ വലിയ സെലിബ്രേഷൻ അല്ലെങ്കിൽ വലിയ പാർട്ടിയൊക്കെ വെച്ചിട്ട് ആഘോഷിക്കണം എന്ന് നമ്മൾ ഫ്രണ്ട്സൊക്കെ പറയുമ്പോൾ പറയാം, എടാ അങ്ങനെ ആഘോഷിക്കാൻ എൻ്റെ പപ്പ സമ്മതിക്കില്ല അല്ലേ? അപ്പം അങ്ങനെ ആഘോഷിക്കാൻ എൻ്റെ പപ്പ സമ്മതിക്കില്ല. എങ്ങനെയാ പറയണ്ടേ? വേസ മനാനേ എന്ന് പറഞ്ഞാൽ മനാനേ എന്നാ പറഞ്ഞേ അല്ലേ? ആഘോഷിക്കാൻ എന്ന് പറയുന്നതാ. വേസ മനാനേ മേരെ പാപ്പ മനാ കരേങ്കെ. മനാ കരേങ്കെ എന്താ പറഞ്ഞത്? അവിടെ തടസ്സം നിൽക്കും എന്നുള്ള അർത്ഥത്തിൽ, അല്ലെങ്കിൽ നിരസിക്കും, അല്ലെങ്കിൽ സമ്മതിക്കില്ല എന്നൊക്കെ പറയുന്നത് അല്ലേ? വേസ മനാനെ മേരെ പാപ്പ മനാ കരേങ്കെ. അതല്ലെങ്കിൽ നഹി മാനേങ്കെ. നഹി മാനേങ്കെ നമ്മൾ നേരത്തെ മാന പറഞ്ഞു, ഇവിടെ എന്താ പറഞ്ഞ? മനാന. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ 2 വാക്കുകൂടി യൂസ് ചെയ്തിട്ടാണെങ്കിൽ വേസ മനാന മേരെ പാപ്പ നഹി മാനേങ്കെ. മനസ്സിലാവുന്നുണ്ടോ? 2 വേർഡും ഒറ്റ സെന്റൻസിൽ പറഞ്ഞു തന്നാ കേട്ടോ. അങ്ങനെ ആഘോഷിക്കാൻ എൻ്റെ പപ്പ അനുവദിക്കില്ല എന്ന് പറയുന്നതാ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇതാണ് മനാന എന്നുള്ള വേർഡും അതുപോലെ മാന എന്നുള്ള വേർഡും തമ്മിലുള്ള വ്യത്യാസം. മനാന എന്ന് പറഞ്ഞാൽ ആഘോഷിക്കുക, മാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിക്കുക അല്ലെങ്കിൽ അനുസരിക്കുക എന്ന് പറയുന്നതാ. ഇനി നമുക്ക് 1-2 സെന്റൻസുകൾ മനാന വെച്ചിട്ട് നോക്കാം കേട്ടോ. ഇസാൽക്ക ഓണം ഹംനെ ബഹുത് അച്ചേ സെ മനായ. എങ്ങനെയാ പറഞ്ഞേ? ഇസാൽക്ക ഓണം, ഈ വർഷത്തെ ഓണം, ഹംനെ ഞങ്ങൾ, ബഹുത് അച്ചേ സെ വളരെ നന്നായി, മനായ എന്താണ്? ആഘോഷിച്ചു. ഇസാൽക്ക ഓണം ഹംനെ ബഹുത് അച്ചേ സെ മനായ. മനസ്സിലാവുന്നുണ്ടോ? ആ മനാന എന്നുള്ള വേർഡ്. ഓക്കെ, ഇനി അതുപോലെ നമ്മൾ നാട്ടിലെല്ലാം വന്ന് ഓണത്തിന് വെക്കേഷന് വന്ന് തിരിച്ചു പോകുമ്പോൾ നമ്മളോട് ചോദിക്കും അല്ലേ, നാട്ടിൽ ഓണം എങ്ങനെ ആഘോഷിച്ചു അല്ലേ? നാട്ടിൽ ഓണം എങ്ങനെ ആഘോഷിച്ചു എങ്ങനെയാ ചോദിക്കുക? ഗാവുമേ. നാട്ടിൽ നിന്ന് ചോദിക്കാനായിട്ട് ഗാവുമേ എന്നാ കേട്ടോ. ഗാവാണ് നാട്, നമ്മൾ നാട്ടിൽ പോകണമെന്നൊക്കെ പറയുന്നത് ഗാവ് ജാര എന്നാണ്. ഓക്കെ, ഗാവിൻ്റെ അർത്ഥം ഗ്രാമം എന്നാണ്, വില്ലേജ് എന്നാണ്. എന്നാൽ പോലും നാട്ടിൽ പോകണമെന്ന് പറയുന്നത് നമ്മൾ ഗാവ് ജാര എന്നാണ് കേട്ടോ. ഓക്കെ, गाँव में ഓണം कैसे मनाया? कैसे मनाया? മനസ്സിലായോ? എങ്ങനെ ആഘോഷിച്ചു? ഈദ് कैसे मनाया? ക്രിസ്മസ് कैसे मनाया? എങ്ങനെ ആഘോഷിച്ചു എന്ന് ചോദിക്കുന്നതാ. ക്ലിയർ ആയോ? ഇനി അതുപോലെ ഈ വർഷം ഓണം നന്നായി ആഘോഷിക്കണം ഒന്ന് പറഞ്ഞു നോക്കിയേ. ഈ വർഷം ഓണം നന്നായി ആഘോഷിക്കണം. ഇപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞു, എന്നാലും ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു കേട്ടോ. ഇസാൽ ഓണം അച്ചേസെ മനാനാ ഹെ. മനാനാ ഹെ. നം വരുമ്പോൾ എങ്ങനെയാണ്? ആ ഒരു വെർബിൻ്റെ കൂടെ ഹേ പ്രയോഗം നടത്തിയാൽ മതി അല്ലേ? ചെയ്യണം, കർണാ ഹെ. കർണ എന്ന് പറഞ്ഞാൽ ചെയ്യുക, ചെയ്യണം എന്ന് പറയുമ്പോൾ കർണാ ഹെ. പറയണം, ബോൽന എന്ന് പറഞ്ഞാൽ പറയുക, അതിൻ്റെ കൂടെ ഒരു ഹേ ചേർത്തണം, അപ്പം നന്നായി അല്ലേ? ബോൽനാ ഹെ, പറയണം. മനസ്സിലായോ? എഴുതണം, എങ്ങനെയാണ്? ലിഖ്ന എന്ന് പറഞ്ഞാൽ എഴുതുക, ലിഖ്നാ ഹെ, എഴുതണം എന്ന് പറയുന്ന. അപ്പോൾ ഇവിടെ എന്താണ് ഞാൻ പറഞ്ഞത്? ആഘോഷിക്കണം അല്ലേ? മനാന എന്ന് പറഞ്ഞാൽ ആഘോഷിക്കുക, മനാനാ ഹെ, ആഘോഷിക്കണം. ക്ലിയർ ആയില്ലേ? ഇനി അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലയോ, ഈസി എന്ന് പറയാനായിട്ട് ആസാൻ അല്ലേ? ഏ ബഹുത് ആസാനെ, ഇത് വളരെ അല്ലെങ്കിൽ നല്ല എളുപ്പമാണ് എന്ന് പറയുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് പറയുമ്പോഴോ
ഇത് വളരെ ബുദ്ധിമുട്ടാണ് അല്ലേ? അതെങ്ങനെ പറയാം? ये बहुत मुश्किल है, ये बहुत मुश्किल है. ഇത് വളരെ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നത്. ഓക്കെ, ये बहुत मुश्किल है. അപ്പോൾ അവിടെ മുഷ്കിൽ എന്നുള്ള വേർഡാണ് ബുദ്ധിമുട്ട് എന്ന് പറയാനായിട്ട്, ഡിഫിക്കൽട്ട് എന്ന് പറയാനായിട്ട് കേട്ടോ. ये बहुत മുഷ്കിൽ है. ഇപ്പം ഈ മുഷ്കിൽ എന്നുള്ള വേർഡ് അല്ലാതെ മറ്റൊന്ന് രണ്ട് വേർഡുകളും കൂടി നിങ്ങൾക്ക് പറയണ കേൾക്കാം കേട്ടോ, ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്. പക്ഷേ എല്ലാ സ്ഥലത്തും ആ വേർഡുകൾ സ്യൂട്ടായി വരണം എന്നില്ല. സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് വെക്കാൻ പറ്റുന്ന വേർഡുകളാണ്. ഇപ്പം നമ്മൾ പറയില്ലയോ, സ്റ്റെപ്പ് കയറാൻ എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ്. സ്റ്റെപ്പ് കയറാൻ മുജെ CD ചढ़ने में बहुत मुश्किल है എന്ന് നമ്മൾ പറയാം അല്ലേ? മുജെ CD ചढ़ने, CD എന്ന് ഉദ്ദേശിക്കുന്ന സ്റ്റെപ്പ് കേട്ടോ. സ്റ്റെപ്പ് അറിയാത്തൊരു നോട്ട് ചെയ്തോ, CD. ഓക്കെ, സിഡിയാം സ്റ്റെപ്പുകൾ കേട്ടോ. മുജെ CD ചढ़ന എന്ന് പറഞ്ഞാൽ കയറുക എന്നുള്ളതാണ്. സ്റ്റെപ്പ് നമ്മൾ കയറത്തില്ലയോ, ചढ़ന എന്ന് പറയാം. ഓക്കെ, നമ്മൾ പോടുക എന്ന് പറയാൻ ദൗഡന എന്ന് പറയും അല്ലേ? അതുപോലെ തന്നെയാണ് കയറുക എന്ന് പറയാൻ ചढ़ന. ഓക്കെ, മുജെ CD ചढ़ने में बहुत मुश्किल എന്ന് നമ്മൾ പറയും. അവിടെ മറ്റൊരു വേർഡാണ് കൂടുതൽ സ്യൂട്ടാവുക കേട്ടോ, ദിക്കത്തെ എന്നുള്ളത്. ദിക്കത്തെ, അവിടെ ആ ദിക്കത്ത് എന്നുള്ള വേർഡിന് അർത്ഥം വരുന്നത് ബുദ്ധിമുട്ട് എന്നുള്ള അർത്ഥത്തിലാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും കേൾക്കുന്നത്, മുझे बहुत ദിക്കത്തെ. അപ്പോൾ നമ്മൾ ഓൾറെഡി മുഷ്കിൽ എന്നാണ് പഠിച്ചു വെച്ചിരിക്കുന്നത് അല്ലേ, ബുദ്ധിമുട്ട് എന്നുള്ളതിന്. അപ്പോൾ ഈ ദിക്കത്ത് എന്നുള്ള വേർഡ് കേട്ട് കഴിഞ്ഞാൽ, കാരണം അത് നമ്മൾ ഹിന്ദിക്കാരായാലും ഒത്തിരി യൂസ് ചെയ്യുന്നൊരു വേർഡാണ് ദിക്കത്ത് എന്നുള്ളത് കേട്ടോ. അപ്പോൾ ദിക്കത്ത് എന്ന് പറഞ്ഞാലും എന്താണ്? ബുദ്ധിമുട്ടാണ്. മുझे CD चढ़ने में बहुत दिक्कत है, എനിക്ക് സ്റ്റെപ്പ് കയറാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണെന്ന് പറയുന്ന. ഇനി അല്ലെങ്കിൽ നമ്മളോട് ഹോസ്പിറ്റലിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് ചോദിക്കും, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കും, ഇല്ലേ? അതെങ്ങനെയാ? ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? സാസ് ലേനെ മേ കോയി ദിക്കത്തെ ക്യാ, സാസ് ലേനെ മേ കോയി ദിക്കത്തേക്ക്. അവിടെ മുഷ്കിൽ ഹേക്കാന്നല്ല ചോദിക്കുക കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞ, ഈ വേർഡുകൾ സെയിം മീനിങ് ആണെങ്കിലും ചില സിറ്റുവേഷൻസ് അനുസരിച്ചിട്ടാണ് നമ്മളത് യൂസ് ചെയ്യുക. ഇനിയിപ്പോൾ മുഷ്കിലേക്കാന്ന് ചോദിച്ചു എന്ന് വെച്ചിട്ട് അർത്ഥവ്യത്യാസമൊന്നും വരുന്നില്ല കേട്ടോ. ഓക്കെ, സാസ് ലേനെ കോയി ദിക്കത്തേക്കാ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്വാസം എടുക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന. ഓക്കെ, അതും അല്ലെങ്കിൽ ഇനിയൊരു വേർഡ് കൂടിയും കേൾക്കാം, ശ്വാസ് ലേനെ കോയി തക്ലീഫേക്ക. തക്ലീഫ് എന്ന് ചോദിക്കും. തക്ലീഫ് എന്ന് പറഞ്ഞാലും എന്താണ്? ബുദ്ധിമുട്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ വേർഡൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. നിങ്ങൾക്ക് ഏതാണോ പഠിക്കാൻ പറ്റുന്നത് അത് പഠിച്ചെടുത്തോളൂ. മുഷ്കിൽ എന്ന് പറഞ്ഞാലും ബുദ്ധിമുട്ടാണ്, ദിക്കത്ത് എന്ന് പറഞ്ഞാലും ബുദ്ധിമുട്ടാണ്, തക്ലീഫ് എന്ന് പറഞ്ഞാലും ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഇനി അതുപോലെ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നൊരു വേർഡാണ് അല്ലേ, ട്രൈ ചെയ്യുക എന്നുള്ളത്. ട്രൈ ചെയ്യുക, നീ നന്നായി ട്രൈ ചെയ്യ്, അല്ലെങ്കിൽ ഒന്നുകൂടി ട്രൈ ചെയ്യ് എന്നൊക്കെ നമ്മൾ പറയും അല്ലേ? അതല്ലെങ്കിൽ ഞാൻ നന്നായി ട്രൈ ചെയ്തു അല്ലേ? അപ്പോൾ ഈ ട്രൈ ചെയ്യുക എന്നുള്ളതിന് ഹിന്ദിയിൽ പറയുന്നത് കോശിഷ് കർണ എന്നാണ്. കോശിഷ് കർണ. നേരത്തെ പറഞ്ഞ പോലെ മറ്റൊരു വാക്കും ഇതിന് പറയാം, പ്രയാസ് കർണ എന്ന് കേട്ടോ. അപ്പോൾ ഇതിൽ ഏതാണോ നിങ്ങൾ കേൾക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അതനുസരിച്ച് യൂസ് ചെയ്യാം. ഓക്കെ, കോശിഷ് കർണ എന്ന് പറഞ്ഞാലും പ്രയാസ് കർണ എന്ന് പറഞ്ഞാലും ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. എന്താണ്? പരിശ്രമിക്കുക അല്ലേ, പരിശ്രമിക്കുക. അപ്പോൾ നീ നന്നായി പരിശ്രമിക്കൂ, എങ്ങനെയാ പറയാ? നീ നന്നായി പരിശ്രമിക്കൂ. തും അച്ചേസെ കോശിഷ് കരോ, തും അച്ചേസെ കോശിഷ് കരോ, നീ നന്നായി പരിശ്രമിക്കൂ. അതല്ലെങ്കിൽ നമ്മൾ പറയല്ലേ, നീ നാളെ വരാനായിട്ട് ട്രൈ ചെയ്യണം, നാളെ തീർച്ചയായും വരണം എന്നൊക്കെ പറയത്തില്ലയോ? അപ്പം തീർച്ചയായും വരണം എന്നല്ല, വരാനായിട്ട് ട്രൈ ചെയ്യണം എന്ന് പറയുകയാണെങ്കിൽ കേട്ടോ. ഓക്കെ, തും കൽ പാർട്ടിക്ക് ആയിക്കോട്ടെ, പാർട്ടിമേ ആനെ കേലിയെ കോശിഷ് കർണ ഹെ. ഇപ്പം നമ്മൾ എന്തെങ്കിലും എക്സ്ക്യൂസ് പറയുമല്ലോ, എനിക്ക് നാളെ വരാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുമ്പോൾ അവർ പറയും, നീ എങ്ങനെയെങ്കിലും പാർട്ടിക്ക് വരണം അല്ലെങ്കിൽ വരാൻ ട്രൈ ചെയ്യണം എന്ന് പറയില്ലേ? അങ്ങനെയാണെങ്കിൽ കേട്ടോ, കൽ പാർട്ടിമേ ആനേക്ക് കോശിഷ് കർണ ഹെ, നാളെ പാർട്ടിക്ക് വരാൻ ട്രൈ ചെയ്യണം. കൽ പാർട്ടിമേ ആനേക്ക് കോശിഷ് കർണ ഹെ, ആനേക്ക് കോശിഷ് കർണ ഹെ, വരാൻ ശ്രമിക്കണം അല്ലേ? അപ്പോൾ നമ്മളെന്ത് പറയും? ഞാൻ തീർച്ചയായും പരിശ്രമിക്കാം അല്ലെങ്കിൽ ശ്രമിക്കാം അല്ലേ? മേ ജറൂർ കോശിഷ് കരൂങ്ക അല്ലെങ്കിൽ കരൂങ്കി. സ്ത്രീയാണെങ്കിൽ കരൂങ്കി, പുരുഷനാണെങ്കിൽ കരൂങ്ക കേട്ടോ. മേ ജറൂർ കോശിഷ് കരൂങ്കി. അപ്പോൾ ഇവിടെ ഏത് വേർഡാണ് പഠിച്ചത് നമ്മൾ? ജറൂർ അല്ലേ? ജറൂർ എന്ന് പറഞ്ഞാൽ നിർബന്ധമായും തീർച്ചയായും എന്നൊക്കെ പറയാനായിട്ടാണ്. ഓക്കെ, ജറൂർ, മേ ജറൂർ കോശിഷ് കരൂങ്ക, ഞാൻ തീർച്ചയായും പരിശ്രമിക്കാം. അപ്പോൾ ഈ ഒരു വേർഡ് പഠിക്കുക, ജറൂർ എന്ന് പറഞ്ഞാൽ തീർച്ചയായും. ഓക്കെ, ഇപ്പം നമ്മൾ പറയില്ല തീർച്ചയായും വരണം, തീർച്ചയായും വരണം. എങ്ങനെയാണ്? ജറൂർ ആനാഹെ. ജറൂർ, ചില ആളുകൾ ജറൂർ എന്ന് പറയും കേട്ടോ. ജായുടെ അടിയിൽ കുത്തുള്ളപ്പോൾ അതിന് ജ് എന്നാണ്, ജായും സായും കൂടിയാണ് എല്ലാം പ്രൊണൗൺസ് ചെയ്യുക കേട്ടോ. ജറൂർ എന്നാ പറയാം. ഓക്കെ, ജറൂർ എന്നാ പറയാൻ പറ്റുന്നുള്ളൂവെങ്കിൽ അങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ, ജറൂർ എന്നും പറയാം.
ഓക്കെ. ജറൂർ ആനാ ഹെ എന്താണ്? തീർച്ചയായും വരണം, അല്ലെങ്കിൽ തീർച്ചയായും ചെയ്യണം. ജറൂർ കർണാ ഹെ, ജറൂർ കർണാ ഹെ. മനസ്സിലായോ? തീർച്ചയായും ചെയ്യണം. ഇനി നമ്മൾ പലർക്കും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് അല്ലേ ഉപദേശം എന്ന് പറയുന്നത്. നല്ല രീതിയിൽ നമ്മൾ ഉപദേശം എടുക്കും, അതല്ല വെറുതെ ഉപദേശിക്കുന്നത് കേൾക്കാൻ നമുക്ക് ഇഷ്ടമുണ്ടാവില്ല അല്ലേ. അപ്പം ഉപദേശം എന്നുള്ള വേർഡിനെ അല്ലെങ്കിൽ ഉപദേശം എന്നുള്ളതിനെ ഹിന്ദിയിൽ പറയുന്നത് സലാഹ് എന്നാണ്. സലാഹ്. ഇപ്പം നമ്മൾ പറയില്ലേ കുറേ കാര്യങ്ങൾ, ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യം ശരിയായിരിക്കാം, പക്ഷെ മറ്റുള്ളവർ നമ്മളെ ഉപദേശിച്ച് ഇതല്ല അതാണ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയും അല്ലേ. നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ എനിക്കിതിൻ്റെ ഉപദേശം വേണ്ട അല്ലേ, മുझे तुम्हारी സലാഹ് നഹി ചാഹിയെ, മുझे तुम्हारी സലാഹ് നഹി ചാഹിയെ. എന്താ പറയുക? എനിക്കിതിൻ്റെ ഉപദേശം കേൾക്കണ്ട, എനിക്ക് ഇതിൻ്റെ ഉപദേശം വേണ്ട എന്ന് പറയുന്നതാണ്. നഹി സുന്നാഹി എന്ന് പറഞ്ഞാൽ കേൾക്കണ്ട, സുന്ന എന്ന് പറഞ്ഞാൽ കേൾക്കുക. ഇവിടെ വേണ്ട എന്ന് പറയാനാണെങ്കിൽ നഹി ചാഹിയെ, മുझे തുമാരി സലാഹ് നഹി ചാഹിയെ, എനിക്ക് നിൻ്റെ ഉപദേശം വേണ്ട. ഇനി അതുപോലെ തിരിച്ച് നമ്മൾ പറയും അല്ലേ, ചില അഡ്വൈസ് നമ്മളിപ്പോൾ അഡ്വക്കേറ്റ്സിനോടൊക്കെ ഒരു ഉപദേശം കേൾക്കാൻ പോകും അല്ലേ, അവരുടെ സജഷൻ എന്നൊരു അർത്ഥം വരും കേട്ടോ ഈ സലാഹിനെ. മറ്റുള്ളവരിൽ നിന്ന് അഡ്വൈസ് എടുക്കുക, ഒരു സജഷൻ ചോദിക്കുക, അതിനും സലാഹ് എന്ന് തന്നെയാണ് പറയുക കേട്ടോ. ഓക്കെ. അപ്പോൾ നമ്മൾ അങ്ങനെ ചോദിക്കുവാണെങ്കിൽ മുझे आपकी സലാഹ് ചാഹിയെ എന്നാ ചോദിക്കുക. എന്താണ്? എനിക്ക് താങ്കളുടെ ഉപദേശം വേണം, അല്ലെങ്കിൽ അഡ്വൈസ് വേണം, സജഷൻ വേണം എന്നൊക്കെ ചോദിക്കാം കേട്ടോ. മുझे आपकी സലാഹ് ചാഹിയെ, എനിക്ക് താങ്കളുടെ അഡ്വൈസ് വേണം എന്ന് പറയുന്ന. ഓക്കെ. ഇനി അതല്ലെങ്കിൽ അവനെനിക്ക് നല്ലൊരു ഉപദേശം തന്നു അല്ലെങ്കിൽ നല്ലൊരു അഡ്വൈസ് തന്നു എന്ന് പറയാനായിട്ട് ഉസ്നെ മുझे एक अच्छी सलाह दी, ഉസ്നെ മുझे एक अच्छी सलाह दी. എന്താ പറഞ്ഞേ? ഉസ്നെ അവൻ കേട്ടോ, മുझे എനിക്ക് एक अच्छी സലാഹ് നല്ല ഉപദേശം അല്ലെങ്കിൽ നല്ല അഡ്വൈസ് ദിയ എന്നുള്ള വാക്കിനെ ഷോർട്ട് ചെയ്ത് പറയുന്ന കേട്ടോ, തന്നു എന്ന് പറയാനായിട്ട്. ഉസ്നെ മുझे एक अच्छी സലാഹ് ദി. ഓക്കെ. ഇത്രയും മതി. ഒത്തിരി ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആയാലും കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാൽ പോലും ഈ വേർഡ്സ് എല്ലാം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കി കൊണ്ടുവേണ്ട വേർഡ്സാണ്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. ഇപ്പോൾ ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളോട് കൂടി നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് അറിവുകൾ കയറ്റി കൊണ്ടുവന്നാലേ നമുക്കുള്ള നോളജിന് വലുതാക്കി കൊണ്ടുവരാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ഈ കുറച്ച് കാര്യങ്ങളെന്ന് ഉദ്ദേശിക്കുന്നത് പുതിയ വേർഡ് മീനിങ്സുകളാണ്. മനസ്സിലാവുന്നു കേട്ടോ. നമുക്ക് ഏറ്റവും കൂടുതൽ സംസാരത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന വേർഡുകൾ നമുക്ക് ആദ്യം പഠിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള വേർഡ്സുകൾ നിങ്ങൾ നിങ്ങളുടെ സംസാരങ്ങളിൽ ഉൾക്കൊള്ളിക്കാനായിട്ട് ശ്രമിക്കുക. കുറേ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം, അപ്പം അതിൽ കൂടെ ഇങ്ങനെയുള്ള വേർഡ്സുകളും കൂടി കുറേശ്ശെ കയറ്റിയാണ് നമ്മുടെ നോളജ് വർദ്ധിച്ച് വരിക. മീൻസ് നമ്മുടെ ഒരു ഫ്ലുവൻസി നമുക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇത്രയും വേർഡ്സുകൾ നിങ്ങൾ പഠിക്കുക. അതുകൂടെ അതൊരു കാര്യം കൂടി പറയാനുണ്ട് കേട്ടോ. വേറെ ഒന്നുമില്ല, നമ്മുടെ ഈ ചാനലിൽ മെമ്പേഴ്സ് ഓൺലി ഗ്രൂപ്പിൽ നമുക്ക് ഒത്തിരി മെമ്പേഴ്സ് ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയെന്നല്ല, ഇനി മെമ്പേഴ്സ് ആവുന്നവർക്കും കൂടിയാണ് കേട്ടോ. ഈ വരുന്ന ഒക്ടോബർ 1 മുതൽ നമ്മളൊരു 30 ഡേയ്സ് ചലഞ്ച് ഒരു സീരീസ് ആയിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമുള്ളവർ വലിയൊരു എമൗണ്ടിലൊന്നുമല്ല, ചെറിയൊരു എമൗണ്ടിലാണ്, ഒരു 59 റുപ്പീസാണ് നമ്മുടെ സ്റ്റാർട്ടിങ് മെമ്പർഷിപ്പ് വരുന്നത്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് സീരീസ് അറ്റൻഡ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ, പുതുതായിട്ട് ഒരുപാട് പേര് കാണുന്നുണ്ടാവും അല്ലേ. അപ്പോൾ അവർക്കൊക്കെ ഒരു ഓർഡർ വൈസ് ക്ലാസ് വേണമെന്ന് എന്നോട് എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഓർഡർ വൈസ് ക്ലാസ്സാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ജോയിൻ ബട്ടൺ പ്രസ് ചെയ്ത് ആ ഒരു ഫസ്റ്റ് മെമ്പർഷിപ്പ് 59 റുപ്പീസിനാണ് കേട്ടോ, അതെടുത്താൽ മതിയാവും. അപ്പോൾ അതിലെടുത്തിട്ട് നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇപ്പോൾ ഉള്ള മെമ്പേഴ്സിനോട് പറയാനുള്ളത്, മെമ്പേഴ്സ് ഓൺലിയിൽ കുറച്ച് നാളായിട്ട് എനിക്ക് വീഡിയോസ് ഒന്നും കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ കേട്ടറ്റ് എക്സാമിൻ്റെ ഒരു തിരക്കിലായിരുന്നു. 2 ദിവസം ആയുള്ളൂ കേട്ടറ്റ് എക്സാം കഴിഞ്ഞിട്ട്. എക്സാം നല്ല എളുപ്പമായിരുന്നു. ഇപ്പം ഞാൻ വളരെ ഫ്രീ ആണ്. അപ്പോൾ നമുക്ക് ഒക്ടോബർ 1 മുതൽ കറക്റ്റായിട്ട് സീരീസ് ഫോളോ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്നും പറഞ്ഞപ്പോൾ തന്നെ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത്. പിന്നെ മറ്റുള്ളവരിലേക്ക് ഉപകാരപ്പെടുന്നവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്തെടുക്കാണ്ട് മറന്നു പോകരുത്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, അതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും അതുപോലെ തന്നെ ഹൈപ്പും ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.